നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ബാലേന്ദ്രന് വല്ലാതെ ശോഭിക്കുകയാണ്. കാരണം ബാലേന്ദ്രന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രോഹിത് തെറ്റൊന്നും ചെയ്യാതെയാണ് ഇപ്പം ജയിലിൽ പോയി കിടക്കണേ. അവനെ എങ്ങനെയും പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ. പക്ഷേങ്കിൽ അതിന് ശരണ്യയെ കൊണ്ട് എങ്ങനെയാലും പറയിപ്പിക്കണം. പക്ഷെ അലീന അതിന് സമ്മതിക്കുന്നില്ല. അലീന പറഞ്ഞു, അച്ഛാ ഇപ്പോഴെന്താളും ഞാൻ എന്തേലും ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, അവൾക്ക് ചിലപ്പോൾ സമ്മതമായിരിക്കും സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് കോടതിയിൽ. പക്ഷെ അവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇന്ന് നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ശരണ്യയെ കൊണ്ട് മൊഴി മാറ്റി പറയിച്ചാലൊന്ന് കരുതിയിട്ട് അവർ പേടിച്ചിട്ടല്ലേ നിന്നെ അങ്ങോട്ട് അടുപ്പിക്കായിരുന്നേ. അവർക്കെല്ലാം വേണ്ട എൻ്റെ മോൻ്റെ ചോരയാണ്. എൻ്റെ മോൻ്റെ ചോര ഊറ്റി കുടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. പക്ഷെ ഞാനൊരു അച്ഛനാ, എനിക്ക് എൻ്റെ മോനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല. അവൾക്ക് നല്ല പ്രഷർ ഉണ്ടാവും. അവൾ സത്യങ്ങൾ തുറന്നു പറയത്തുമില്ല. നമുക്കിപ്പോൾ കിട്ടിയ ഒരു കച്ചി തരുമ്പോൾ അതില്ലാതാവുകയും ചെയ്യും. വെറുതെ നമ്മളായിട്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. ഇത്രയും നമുക്കൊരു വഴി തെളിഞ്ഞു വന്നല്ലോ. ഇപ്പം ഇത്രയും വഴി എത്തി കാര്യങ്ങൾ. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ്. നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരായിരിക്കില്ല നമുക്ക് തിരിച്ചു ചെയ്യുന്നത്, വേറെ ആരെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് അച്ഛനൊരു കാര്യം ഉറപ്പിച്ചു, ചിലപ്പോൾ നമുക്ക് രോഗത്തിനെ രക്ഷിക്കാൻ പറ്റിയിരിക്കും. പക്ഷേ അച്ഛൻ എടുത്തിയാടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ ഒന്നും മിണ്ടാതെ മുകളിലത്തെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. രേവതിക്കുട്ടിയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി ചോദിച്ചു, എന്തൊക്കെയാണ് അലീന ചേച്ചി വിശേഷങ്ങൾ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. നിനക്ക് സുഖമാണോ മോളെ എന്ന് ചോദിച്ചു. എനിക്ക് സുഖമാണ് ചേച്ചി. അല്ല പിന്നെ ശരണ്യയെ കാണാൻ പോയില്ലെന്ന് ചോദിച്ചു. പോയി മോളെ, പക്ഷേ ഇന്നലെ പോയിട്ട് അവളെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതെന്ത് പറ്റി? അവളുടെ വീട്ടുകാർ സമ്മതിച്ചില്ല അവളെ കാണാൻ. അതെന്തുകൊണ്ട് ചേച്ചിയെ തടയണേ? ചേച്ചി അത് തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞു. അതെ, പക്ഷേ ഞാൻ അവളെ കൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തൊക്കെ ഒന്ന് പോയായിരുന്നു. എവിടെ? ടൗണിൽ പോയെന്ന് വെച്ചു. ടൗണിലല്ല, വീടിനൊക്കെ അടുത്ത്. പിന്നെ ക്ഷേത്രത്തിലൊക്കെ പോയി. അതിനിപ്പം ചേച്ചിയെ തടയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, അതിന് പിന്നെ വലിയൊരു രഹസ്യം ഉണ്ടെന്ന് പറഞ്ഞു. രഹസ്യമോ? എന്ത് രഹസ്യം? അത് രോഹിത് അവളെ ഉപദ്രവിച്ചിട്ടില്ല. ഉപദ്രവിച്ചിട്ടില്ലെന്നോ? ചേച്ചി എന്തൊക്കെയാണ് പറയണേ? രേവതിക്കുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതെ മോളെ, അവൻ അവളെ ഉപദ്രവിച്ചിട്ടില്ലെന്ന് അവൾ എന്നോട് പറഞ്ഞത്. പിന്നീട് ബാക്കി നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അല്ല, ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു. പോലീസും കൂടെ ചേർന്നിട്ടാ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്. പോലീസാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പേരും കൂടെ പറഞ്ഞോളാൻ. അതെന്തിനാ വെച്ചാൽ അങ്ങനെ പറയണേ? ഒരാളുടെ പേരും കൂടെ കൂടുതൽ ചേർക്കുവാണെങ്കിൽ കേസിന് ബലം കൂടുതൽ കിട്ടുമെന്ന്. ഒരാളൊക്കെ പേടിപ്പിച്ചെന്ന് പറഞ്ഞാൽ എന്താവാനാ? ഒരു 15-16 പേരൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ പിന്നെ കേസ് കുറച്ചുകൂടെ സ്ട്രോങ് ആകും പോലും. ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, ഈ ഭൂമിയിലൊക്കെ ഉണ്ടായിട്ട് ഒരാൾ മരിച്ചു അങ്ങനെയൊക്കെ. അപ്പോൾ അതിനകത്ത് വലിയ കഥയൊന്നും കാണത്തില്ല. ആൾക്കാരൊക്കെ അതൊന്നും വായിക്കാൻ താല്പര്യപ്പെടില്ല. ഒരു 10, 500, 600 പേരൊക്കെ മരിച്ചെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പത്രം അരിച്ചു പെറുക്കി വായിക്കും എന്ന് പറഞ്ഞ പോലെ ഇതും. ഇത് കേട്ടപ്പം രേവതിക്കുട്ടി പറഞ്ഞു, എന്നാലും കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ. അതേപോലെ ആ ഒരു ടെൻഷനിൽ എവിടെ എല്ലാവരും. പിന്നെ മോളോട് ഇന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ അലീന കോള് കട്ട് ചെയ്തു. പിന്നീട് DYSP പിന്നെ മെമ്പറെ അതുപോലെ തന്നെ ശ്രീകുമാരി അമ്മയൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛനും ഉണ്ട് കൂടെ പ്രഭാകരന്. അങ്ങനെ DSPയുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് DSPക്ക് ഒരു കോൾ വരുന്നുണ്ട്. DSP ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. അതെ, എന്താണെങ്കിലും ഞാൻ വേണ്ടതൊക്കെ ചെയ്തോളാം, എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ DSP പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ നേതാവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എടോ തനിക്കൊക്കെ ഇതെന്താ ഇത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മെമ്പർ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ആ ശരണ്യ എന്ന് പറയുന്ന പെണ്ണിനെ സ്വാധീനിക്കാനായിട്ടെ ഈ ബാലേന്ദ്രന് ആൾക്കാരെ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആൾക്കാരെ ഇറക്കുന്നുണ്ടെന്നോ? അപ്പോഴേക്ക് ശ്രീകുമാരിയമ്മ പറഞ്ഞു, ഓ അതെ, ആൾക്കാരെ ഇറക്കുന്നുണ്ട്. സുന്ദരികളായ പെണ്ണുങ്ങളെ ഇറക്കിയിട്ടാ അയാൾ കളിക്കണേന്ന് പറഞ്ഞു. അത് കൊള്ളാലോ. അപ്പം നിങ്ങൾക്ക് എത്ര സുന്ദരികളായ പെണ്ണുങ്ങളെ അറിയാമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉത്തരം മുട്ടി. ശ്രീകുമാരി അവിടെ പറഞ്ഞു, ഒരുത്തിനെ അറിയാം, അലീനയെന്ന് പറയുന്നവൾ. അവൾ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രഭാകരൻ്റെ വീട്ടിൽ ചെല്ലാറുണ്ട്. പ്രഭാകരൻ്റെ മോളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. പിന്നീട് പ്രഭാകരൻ്റെ നേരെ തിരിയുകയാണ്, ശരണ്യയുടെ അച്ഛൻ്റെ നേരെ. എന്നിട്ട് ചോദിച്ചു, എടോ അവൾ അവിടെ പലതവണ വന്നപ്പോഴും സ്വാധീനിക്കാൻ ശ്രമിച്ചപ്പോഴും താൻ എന്തുകൊണ്ട് തിരുത്തിയില്ല? അവിടെ വരണ്ടെന്ന് പറഞ്ഞില്ല. അത് പിന്നെ സാറേ, ഇങ്ങനെയുള്ളൊരു കാര്യത്തിനായിരുന്നു, അറിയത്തില്ലായിരുന്നു. ഓ, അറിയത്തില്ലായിരുന്നല്ലേ? അല്ല പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവൾ ആദ്യം വന്ന സമയത്ത് അവളെ ചുട്ടുകൊല്ലാനായിട്ട് തൻ്റെ മക്കളും പിന്നെ നാട്ടുകാരും ശ്രമിച്ച് കോളനിക്കാരും ചേർന്ന് നടത്തിയല്ലോ.
എന്നിട്ട് എന്തായി? എന്നിട്ട് പിന്നെ അവൾ ആ വീട്ടിലേക്ക് വരുന്നപ്പോൾ എന്തിനാ അവളെ ആ വീട്ടിലേക്ക് കയറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ ഞാൻ ഇത് കെട്ടിച്ചപ്പോൾ നേതാവ് ചോദിച്ചു. അപ്പോൾ സാറിനും ഇതിനകത്ത് പങ്കുണ്ട്. സാറും കൂടെ കൂടി ചേർന്നാലേ എടോ കൂടുതൽ കാര്യങ്ങളൊന്നും താൻ പറയണ്ട. എനിക്ക് സത്യങ്ങളൊക്കെ അറിയാം. ഇതിനകത്ത് ആരൊക്കെ പ്രതിപ്പട്ടികയിലുണ്ട് ഇല്ലാതില്ല എന്നൊക്കെ അറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിരപരാധിയായ ഒരാളെയും കൂടി ശിക്ഷിക്കാനാണ് നീയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകുമാരിയമ്മ പറഞ്ഞു, പൊന്ന് സാറേ നിരപരാധിയൊന്നും അല്ലെന്ന് പറഞ്ഞു. ഇനി എന്താളും മൊഴി മാറ്റി പറയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. വേണ്ട, മൊഴി മാറ്റണ്ട, അങ്ങനെ തന്നെ കിടക്കട്ടെ, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. നിരപരാധിയായ ഒരു ചെറുപ്പക്കാരുടെ ചോര ഊറ്റി കുടിച്ചുമ്പോൾ നിങ്ങൾക്ക് സമാധാനമാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞു നിങ്ങളിങ്ങോട്ടേക്ക് വന്നേ. എൻ്റെ സാറേ കേസ് അട്ടിമറിക്കപ്പെടുമെന്ന് ഞങ്ങൾക്കൊരു ടെൻഷനുണ്ട്. അപ്പോൾ അത് സാറിനോടൊന്ന് പറയണമെന്ന് കരുതി വന്നാന്ന് പറഞ്ഞു. എന്ത് വേണമല്ലോ വായിക്കോ, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതൊന്നും ഇങ്ങനെ അതേ കാലം മുന്നോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞു. കള്ളത്തരം കാണിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴേലും എവിടെയെങ്കിലും അത് പുറത്ത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവരെ നല്ല ചീത്ത പറഞ്ഞിട്ടുണ്ട്. കാരണം DYSP സഹിക്കാൻ കഴിഞ്ഞില്ല. ഇവരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ, ഈ രാഷ്ട്രീയ പാർട്ടിക്കാരും അതുപോലെ തന്നെ വനിതാ സംഘടനകളും അവരെ ഓരോന്ന് പറഞ്ഞു മയക്കി വെച്ചിരിക്കുകയാണ് പ്രഭാകരനെയൊക്കെ. അപ്പോൾ ഇവർ പറയുന്ന അനുസരിച്ചാണ് അവർ നീങ്ങുന്നത് പോലും. അത് DYSPക്ക് മനസ്സിലായ കാര്യമായിരുന്നു. ഇതേ സമയം വൈജയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ബ്രോക്കർ ബേബി വരുവാണ്. കൂടുതൽ ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ബേബി പറഞ്ഞു, അതെ ഞാൻ വരുമെന്ന് പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ വന്നിരിക്കും മാഡം എന്ന് പറഞ്ഞു. എങ്ങനെയായി ബേബി, വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ? അതൊക്കെ പിന്നെ ഞാൻ നോക്കിയിട്ടാണ് നടക്കാതിരിക്കുമോ, ഇതേ വീടിൻ്റെ ഓണറെ തന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആഹാ അത് കൊള്ളാലോ, ഇതെന്ത് പറ്റി ഓണറെ കൂട്ടിക്കൊണ്ട്? ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നാ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അയാൾ ചോദിച്ചു, എന്നെ മനസ്സിലായ മാഡത്തിനെന്ന് ചോദിച്ചു. അങ്ങനെ മനസ്സിലായില്ല, ഞാനൊരു ഹൗസിംഗ് ലോണിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാഡത്തിൻ്റെ അടുത്ത്. എന്നിട്ടോ അത് ശരിയായിരുന്നു ചോദിച്ചു. മാഡം നിസ്സാര കാര്യം പറഞ്ഞാൽ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞു. വഴിയില്ലാന്നോ എന്തൊക്കെയോ കാര്യം പറഞ്ഞു. ടിപ്പർ കയറുന്ന വഴിയായിരുന്നു മാഡം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വേറെ ബാങ്കിൽ അപ്ലൈ ചെയ്തു, എനിക്ക് പെട്ടെന്ന് നല്ല ലോൺ കിട്ടുകയും ചെയ്തെന്ന് പറഞ്ഞു. അല്ല ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയാൻ വന്നതല്ല, വീടിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. എൻ്റെ വീട് ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഫോണിനകത്ത് ഫോട്ടോസും കാര്യങ്ങളും കൊടുക്കുകയാണ്. ഈ സമയത്ത് ബേബി പറഞ്ഞു, 2 വർഷമായുള്ളൂ ഈ വീട് പണിതിട്ടെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഒരു ടീച്ചർ ഫാമിലിയെ താമസിച്ചുകൊണ്ടിരുന്നത്, അവർ പോയിന്ന് പറഞ്ഞു. പിന്നെ ഫുൾ ഫർണിച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. ആ സമയത്ത് അയാൾ പറഞ്ഞു, എനിക്കൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, 1 ലക്ഷം രൂപ അഡ്വാൻസ് തരണം, സെക്യൂരിറ്റി ആയിട്ട് 1 ലക്ഷം രൂപ വേണം, പിന്നെ 20,000 രൂപ മാസ വാടക. 1 ലക്ഷം രൂപ സെക്യൂരിറ്റി, അതെന്തിനാ? അതെ ഞാനെല്ലാത്തടത്തും ഞാൻ 5 മാസത്തെ വാടകയാണ് മേടിക്കുന്നത്, എല്ലാത്തടത്തും 3 മാസത്തെ ആയിരിക്കും, പക്ഷേ എനിക്ക് 5 മാസത്തെ വാടക വേണമെന്ന് പറഞ്ഞു സെക്യൂരിറ്റി ആയിട്ട്. നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പൈസയല്ലേ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തി എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു, ബേബിയോട് പറഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അങ്ങോട്ട് പതുക്കെ പോയി കഴിഞ്ഞാൽ ബേബീനെ വിളിച്ചിട്ട് പറഞ്ഞു, ബേബി 1 മിനിറ്റ് എന്ന് പറഞ്ഞു. ബേബി വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ മാഡം? അതെ അയാൾ പറഞ്ഞ എമൗണ്ട് ഇത്തിരി കൂടുതലല്ലേ എൻ്റെ മാഡം ഇത് സമ്മതിച്ചില്ലെങ്കിലേ ഇപ്പം തന്നെ ഞാൻ വീട് കുത്തിക്കൊണ്ട് പോകാൻ വേറെ ആളുണ്ട്, മാഡത്തിന് പറ്റുമെങ്കിൽ മതി, ഇത്ര നല്ലൊരു വീട് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ ശരി എന്തേലും ആട്ടെ, ഒരു കാര്യം ചെയ്യാം, അയാളോട് എൻ്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ അടിക്കാൻ പറ. വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോയി. പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ അലീന ബാലേന്ദ്രനുള്ള ജ്യൂസൊക്കെ ആയിട്ട് വരുവാണ്. അങ്ങനെ ജ്യൂസ് കൊണ്ട് കൊടുത്ത അലീനെ അങ്ങ് തിരിയുമ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു, മോളെ നിനക്ക് തിരക്കുണ്ടോയെന്ന് ചോദിച്ചു. അതെന്താ വെച്ചാൽ അങ്ങനെ? അല്ല എനിക്കിച്ചിരി സംസാരിക്കാനുണ്ടായിരുന്നു പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നമുക്ക് രോഹിത്തിനെ പുറത്ത് ഇറക്കണ്ടെന്ന് ചോദിച്ചു. കാരണം അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, മോൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ അവൻ നിരപരാധിയല്ലേ, എങ്ങനെയെങ്കിലും രക്ഷിക്കണ്ടെന്ന് ചോദിച്ചു. അച്ഛ അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അല്ല മോളെ അന്ന് നീ പോലീസ് സ്റ്റേഷനിൽ കയറിയ സമയത്ത് രേവതിക്കുട്ടിയൊക്കെ നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്, ആരെക്കൊണ്ട് സ്വാധീനിപ്പിച്ച അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും DYSP സാറിനെ കൊണ്ടാണ് ഈ പറയുന്ന മാമച്ചനങ്ങളുടെ ഒരു ബന്ധുവാണ്, അതായത് അവിടുത്തെ ആൻറ്റിയുടെ ഒരു ബന്ധുവാണ് കുര്യച്ചനങ്ങളുടെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ പറയുന്ന പാലായി DYSP മോളെ എന്ന് പറഞ്ഞു. മനസ്സിലായി, പ്രേമവിവാഹമായിരുന്നല്ലേ അതേന്ന് പറഞ്ഞു. അങ്ങനെ ആ രീതിയിൽ സ്വാധീനിച്ച. അല്ല അയാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടാണ് നിന്നെ വിട്ടേന്ന് ചോദിച്ചു. ഇല്ല DYSP സാറ് നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ, അങ്ങനെയാ എന്നെ പുറത്ത് വിട്ടേന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ആ വഴിക്കൊന്ന് നോക്കിയാലെന്ന് ചോദിച്ചു. എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ? അല്ല എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കുമെന്ന്, രോഗത്തിനെ രക്ഷിക്കാൻ പറ്റുമെന്ന്. മോളൊരു കാര്യം ചെയ്യുക, ആ മാമച്ചനൊന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. ശരി അച്ഛന് വിശ്വാസമുണ്ട്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പറഞ്ഞ് വിളിക്കുകയാണ്. ഈ സമയം ഫോൺ അവിടെ കുത്തിയിട്ടിരിക്കുമായിരുന്നു മാമച്ചൻ്റെ. രേവതിക്കുട്ടിയാണ് പോയി കോൾ എടുക്കുന്നത്. ബാലേന്ദ്രൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചുകൊണ്ട് രേവതിക്കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, മോളായിരുന്നു ഞാൻ അലീനയാന്ന് പറഞ്ഞു. പിന്നീട് രേവതിക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ജോസ് കുട്ടി പിണങ്ങിപ്പോയ കാര്യവും പിന്നീട് തിരികെ വന്ന കാര്യമൊക്കെ പറയണം. അലീന പറഞ്ഞു,
മോളെ അങ്കിൾ അവിടെ അടുത്തുണ്ടോയെന്ന് ചോദിച്ചു. എന്താ ചേച്ചി? അതെ, അങ്കിളിനോടൊന്ന് സംസാരിക്കണമെന്ന് അച്ഛന് ഒന്ന് ഫോൺ കൊണ്ടേ കൊടുക്കാമെന്ന് ചോദിച്ചു. അതിനെന്താ, കൊണ്ടേ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. ഒടുവിൽ മാമച്ചനും ബാലേന്ദ്രനും കൂടെ സംസാരിക്കുകയാണ്. ബാലേന്ദ്രൻ മാമച്ചനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ മോന് രോഹിത്ത് ജയിലിലാന്നുള്ള കാര്യം അറിയാലോ, പക്ഷേ അവൻ നിരപരാധിയാന്നുള്ള കാര്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് മാമച്ചനോട് പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.